ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അംബാല വ്യോമതാവളത്തിൽ നിന്നായിരുന്നു രാഷ്ട്രപതിയുടെ അഭിമാനയാത്ര. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. മുതിർന്ന നേതാക്കൾ ഇന്ന് പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ കക്ഷികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മോൺതാൾ ചുഴലിക്കാറ്റിൽ ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ വ്യാപക നാശനഷ്ടം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കാൻബറയിൽ നടക്കും. വാർത്തകൾ വിശദമായി. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹരിയാനയിലെ അംബാല വ്യോമതാവളത്തിൽ നിന്നായിരുന്നു രാഷ്ട്രപതിയുടെ യാത്ര. ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിച്ച റഫാൽ യുദ്ധവിമാനങ്ങൾ. വ്യോമസേനാ മേധാവി AP സിംഗും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നാണ് രാഷ്ട്രപതി അംബാല വ്യോമതാവളത്തിലേക്ക് സ്വീകരിച്ചത്. ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണറും നൽകിയിരുന്നു. 2023 സുഖോയ് 30 MK-1 വിമാനത്തിൽ സഞ്ചരിച്ച ശേഷം ഇതാദ്യമായാണ് രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യ മാരിടൈം വീക്ക് 2025 ഗ്ലോബൽ മാരിടൈം CEO ഫോറത്തിനും പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. ഷിപ്പിംഗ്, തുറമുഖങ്ങൾ, കപ്പൽ നിർമ്മാണം, ക്രൂയിസ് ടൂറിസം, സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്നിവ സംബന്ധിച്ച ചർച്ചകൾ കോൺക്ലേവിൽ നടക്കും. 85-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 100,000-ലധികം പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തിലെത്തും. കെവാഡിയയിലെ ഏകതാ നഗറിൽ 1140 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടക്കുന്ന രാഷ്ട്രീയ ഏകതാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സർദാർ പട്ടേൽ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ഏകതാ ദിവസ് പ്രതിജ്ഞയിലും പരേഡിലും അദ്ദേഹം തുടർന്ന് പങ്കെടുക്കും. BSF, CRPF, CISF തുടങ്ങിയ സേനാ വിഭാഗങ്ങൾക്കൊപ്പം സംസ്ഥാന പോലീസ് സേനകളും NCCയും ഏകതാ ദിന പരേഡിൽ അണിനിരക്കും. സേനയുടെ ഡോഗ് സ്ക്വാഡിന്റെ ഭാഗമായ തദ്ദേശീയ നായകളുടെ പ്രകടനങ്ങളും പരേഡിൽ ഇക്കുറി വിസ്മയം തീർക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ന്യൂഡൽഹിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള ആദരസൂചകമായാണ് ആകാശവാണി എല്ലാ വർഷവും അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. 1955 ആരംഭിച്ച പരമ്പരയിൽ രാജഗോപാലാചാര്യാണ് ആദ്യ പ്രഭാഷണം നടത്തിയത്. സർദാർ പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ 31 ആകാശവാണിയുടെ മുഴുവൻ ശൃംഖലയിലും പ്രഭാഷണം പ്രക്ഷേപണം ചെയ്യും. മോൺതാ ചുഴലിക്കാറ്റിൽ ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ വ്യാപക നാശനഷ്ടം. ഇന്നലെ രാത്രിയോടെയാണ് മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനുമിടയിൽ ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. ആന്ധ്രാപ്രദേശിൽ 1 മരണം റിപ്പോർട്ട് ചെയ്തതിനു പുറമെ 43,000 ഹെക്ടറിൽ കൃഷിനാശവും സംഭവിച്ചു. വിശദാംശങ്ങളിലേക്ക്. മോൺതാ ചുഴലിക്കാറ്റ് ആന്ധ്രയിലെ ശ്രീകാകുളം, വിജയനഗരം, വിശാഖപട്ടണം, കാക്കിനഡ, നല്ലൂർ മേഖലകളിൽ കനത്ത നാശനഷ്ടം വരുത്തി. അതിശക്തമായ മഴയും കാറ്റുമാണ് ഇവിടെ അനുഭവപ്പെട്ടത്. റോഡുകളും വൈദ്യുതി ലൈനുകളും വ്യാപകമായി തകർന്നു. മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് 76,000-ഓളം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഒഡീഷയിലെ ഗജപതി, ഗംജം ജില്ലകളിൽ കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ നിലംപതിച്ച് ഗതാഗതം വ്യാപകമായി തടസ്സപ്പെട്ടു. വൻതോതിലുള്ള കൃഷിനാശവുമുണ്ടായി. തീരം തൊട്ട ശേഷം ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞതിനെ തുടർന്ന് കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഡീഷയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമിഴ്നാട്ടിൽ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണ്. മഴയോ മറ്റു പ്രതികൂല സാഹചര്യങ്ങളോ ഉണ്ടാകാത്തതിനെ തുടർന്ന് മത്സ്യബന്ധനമടക്കം പുനരാരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. NDAയും മഹാസഖ്യവും മുൻനിര നേതാക്കളെ പ്രചാരണത്തിനായി രംഗത്തെത്തിച്ചിട്ടുണ്ട്. മുതിർന്ന BJP നേതാക്കളായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, യോഗി ആദിത്യനാഥ്, രേഖ ഗുപ്ത തുടങ്ങിയവർ സംസ്ഥാനത്ത് ഇന്ന് NDA പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. മഹാസഖ്യം ഇന്നലെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് നവംബർ 6, 11 തീയതികളിലായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 14 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിലവിലെ സംവിധാനങ്ങൾ തുടരാൻ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ ധാരണ. ഈ മാസം 25-ന് ചുഷുൽ മോൾഡോ അതിർത്തിയിൽ നടന്ന 23ാമത് ഇന്ത്യ ചൈന കോപ്സ് കമാൻഡർ തല യോഗത്തിലാണ് തീരുമാനം. അതിർത്തി മേഖലയിലെ സ്ഥിതി സമാധാനപരമാണെന്ന് യോഗം വിലയിരുത്തി. സൌഹൃദപരമായ ചർച്ചകളാണ് നടന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ദേശീയ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികളുടെ ഓരോ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇടുക്കി ആർച്ച് ഡാം കാണാൻ 2 മാസത്തിനിടെ ഒഴുകിയെത്തിയത് 27,700 സഞ്ചാരികൾ. കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് പൊതുജനങ്ങൾക്ക് അണക്കെട്ട് സന്ദർശനത്തിനായി തുറന്നുകൊടുത്തത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കി ആർച്ച് ഡാം എന്ന നിർമ്മാണ വിസ്മയം നേരിട്ടാസ്വദിക്കാൻ നിരവധി ആളുകളാണ് ദിനംപ്രതി എത്തുന്നത്. ഓണം, വിജയദശമി, ദീപാവലി തുടങ്ങിയ അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു ഇവിടേക്ക്. അടുത്ത മാസം മുതൽ സന്ദർശക നിയന്ത്രണം ഒഴിവാക്കാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. നവംബർ 30 വരെ പൊതുജനങ്ങൾക്ക് സന്ദർശനം അനുവദിക്കാനാണ് നിലവിലെ തീരുമാനം. നിയന്ത്രണം ഒഴിവാക്കിയാൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കർണാടക തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കുന്ന അന്താരാഷ്ട്ര ആര്യൻ ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. മഹർഷി ദയാനന്ദ സരസ്വതിയുടെ 200ാം ജന്മവാർഷികത്തോടും ആര്യസമാജത്തിന്റെ 150ാം വാർഷികത്തോടും അനുബന്ധിച്ചുള്ള ജ്ഞാനജ്യോതി ഉത്സവത്തിന്റെ ഭാഗമായാണ് ഉച്ചകോടി. മലേഷ്യയിലെ കോലാലംപൂരിൽ നവംബർ 1-ന് നടക്കുന്ന 12ാമത് ആസിയാൻ പ്രതിരോധ മന്ത്രിതല മീറ്റിംഗ് പ്ലസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ADMM+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാരുമായും മലേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ക്യാൻബറയിൽ നടക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:45-നാണ് മത്സരം ആരംഭിക്കുക. മലയാളി താരം സഞ്ജു സാംസൺ ടീമിലുണ്ട്. 2026-ൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായുള്ള പരമ്പര ഇരു ടീമുകൾക്കും പ്രധാനമാണ്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമി ഫൈനലിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനെ നേരിടും. ഗുവാഹത്തിയിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് മത്സരം. നാളെ നടക്കുന്ന 2ാം സെമിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ടൊറന്റോയിൽ നടക്കുന്ന കനേഡിയൻ വനിതാ ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അനാഹത് സിംഗ് സെമി ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിന്റെ ജോർജിന കെനഡിയാണ് അനാഹത്തിന്റെ എതിരാളി. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 30-ലധികം പേർ കൊല്ലപ്പെട്ടു. ഗാസ മുനമ്പിൽ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. ഇസ്രായേലിന്റെ സൈനിക നടപടി വെറുതെ നിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി. അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായതായും കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിനുള്ള നിബന്ധനകൾ ഹമാസ് ലംഘിച്ചതായും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചു. എന്നാൽ ഇസ്രായേലിന്റെ ആരോപണം ഹമാസ് നിഷേധിച്ചു. മെലിസ ചുഴലിക്കാറ്റിൽ ജമൈക്കയിലും ഹെയ്തിയിലും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലുമായി 7 മരണം റിപ്പോർട്ട് ചെയ്തു. 10-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അറ്റ്ലാന്റിക് മേഖലയിൽ ഇതുവരെയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റുകളിൽ ഒന്നായ മെലിസ ഇന്നലെ രാത്രിയാണ് ജമൈക്കൻ തീരത്ത് ആഞ്ഞടിച്ചത്. GST ഭരണ പരിഷ്കരണങ്ങൾ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുന്നതായി കേന്ദ്ര സർക്കാർ. പ്രതിദിനം 7,500 രൂപ വരെ ഈടാക്കുന്ന ഹോട്ടലുകളുടെ GST 5% കുറച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി സൈപ്രസ് വിദേശകാര്യമന്ത്രി കോൺസ്റ്റാന്റിനോസ് കോംബോസ് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അംബാല വ്യോമതാവളത്തിൽ നിന്നായിരുന്നു രാഷ്ട്രപതിയുടെ അഭിമാനയാത്ര. മുംബൈയിൽ നടക്കുന്ന മാരിടൈം ലീഡേഴ്സ് കോൺക്ലേവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. മുതിർന്ന നേതാക്കൾ ഇന്ന് പ്രചാരണ യോഗങ്ങളെ അഭിസംബോധന ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ കക്ഷികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. മോൺത ചുഴലിക്കാറ്റിൽ ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ വ്യാപക നാശനഷ്ടം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ക്യാൻബറയിൽ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.